പലപ്പോഴും തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുടെയൊക്കെ എല്ലാ ഉത്തരവാദിത്വവും ഒരു പ്രത്യേക സമുദായത്തിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക മതത്തിന്റെയോ മേലെ ചാർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന അപടമുഖങ്ങളെ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത് വളരെയധികം അനിവാര്യമാണ്. താടിയിലോ അല്ലെങ്കിൽ തൊപ്പിയിലോ അല്ലെങ്കിൽ വേഷവിധാനത്തിലോ ഒന്നുമല്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ നിലപാട് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയാണ് കേട്ടോ. തീർച്ചയായിട്ടും അൻസാരി ഉസ്താദ് നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത ചില വർഗീയ ശക്തികളെ തുറന്നു കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം. താടിയും തുപ്പിയും തട്ടമൊക്കെ കാണുമ്പോൾ പേടിയുള്ള എല്ലാ സേട്ടന്മാരും ചേച്ചിമാരും വന്നേ ഒരു കഥ സൊല്ലട്ടെ. നിങ്ങൾ വാർത്തയൊന്നും കണ്ടില്ലേ? ഇന്ത്യയുടെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്ത 2 ചാരന്മാര്, താടിയും തുപ്പിയും വെച്ചന്മാര് പോലീസ് നോക്കി. നിങ്ങൾ ഈ വാർത്തയൊന്നും കണ്ടില്ലേ എൻ്റെ പൊന്നാരം മാണിക്കക്കെട്ടുകളെ? ചേടാ, UP സ്വദേശികളായ 2 പേര് കർണാടകയിൽ വെച്ച് അവർ കപ്പൽശാല ജീവനക്കാരാണ്. എന്നെയും പൊക്കി. എന്തിനാണെന്നറിയോ? ചാരപ്പണി. ഇന്ത്യയുടെ വിവരങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ. ഒരാളുടെ പേര് രോഹിത്, അയാളുടെ പേരിന് തൊട്ടുമുമ്പ് അബ്ദുന്നില്ല, മുഹമ്മദ് കുട്ടിന്നില്ല, ഒരു പേരില്ല. അയാളുടെ പേര് വെറും നിരുവാധികം രോഹിത്. മറ്റൊരാളുടെ പേര് സാന്ദ്ര. ഇനി എന്ന് പറഞ്ഞേ, താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ? ഇവരെ താടി ഉണ്ടാ? താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ? തൊപ്പി കണ്ടിട്ട് പേടി വരുന്നുണ്ടോ? ഇല്ലല്ലേ? ഇനി എങ്ങാണം തട്ടം കണ്ടിട്ട്? തട്ടവും ഇല്ല. ഷടാ, 2025 50ാമത്തെ ആളാണെന്നേ, 1 2 ഒന്നും അല്ലെന്നേ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ. നമ്മുടെ കൊച്ചി സ്വദേശി അഖിലെന്ന് പറഞ്ഞ ഒരുത്തൻ, കൽവത്തി സ്വദേശി, അവനടക്കം ഒരു കുപ്പി കള്ളിനും പെണ്ണിനും വേണ്ടി ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തു. നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ? എനിക്ക് പറഞ്ഞാൽ ഞാൻ തരാം. ഇഷ്ടം പോലെ എൻ്റെ ഈ സ്റ്റോക്കാണ്. 50ാമത്തെ ആളാണ് ഇന്ത്യയുടെ വിവരങ്ങൾ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ. പിന്നൊരു വ്ലോഗർ ഉണ്ടായിരുന്നില്ല, മറന്നുപോയാ? ജ്യോതി മൽഹോത്ര. അവർ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരിയാണെന്നും ഏത് കൊടി പിടിച്ചുകൊണ്ട് നടന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ നമ്മുടെ ജ്യോതി മൽഹോത്ര അടക്കം 50ാമത്തെ, ഈ 2025 50ാമത്തെ ആളെയാണ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാകിസ്ഥാൻ, ഇന്ത്യയുടെ ശത്രുരാജ്യമായ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിന് പേരിൽ. ഇപ്പോഴേ ഇവർ 2 പേര്, രോഹിത്തും സാന്ദ്രയും. താടി കണ്ടിട്ട് പേടി വരുന്നുണ്ടാ? പേടി പറയണേ. മറ്റേ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, ഇതൊക്കെ കാണുമ്പോൾ പേടിയുള്ളൂ. ആ ചേട്ടനെ കൊണ്ടുവന്നേ. കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മളോട് ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന്. ഉണ്ട് മോളെ, തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല, ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ്. എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ്. ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ചു കൊടുക്കുന്ന എന്റെ മാണികല്ലേ, ഇതിപ്പോ 50ാമത്തെ ആളല്ലേ അല്ലേ? നിങ്ങൾ ഒരു ഡൽഹി സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തീവ്രവാദികളെ പിടിച്ചപ്പോൾ ആ തീവ്രവാദികളുടെ വേഷം വെച്ചിട്ട് ഞങ്ങളല്ലേ എന്തെല്ലാം പറഞ്ഞ്, ഒരു രോമത്തിന് പൂടയുടെ വില പോലെ ഞങ്ങളാരും കൽപ്പിച്ചിട്ടില്ല. കാരണം തെറ്റ് ചെയ്യുക എന്നുള്ളത്, ആ തെറ്റ്, അത് തീവ്രവാദി, ഏത് തീവ്രവാദിയാണേലും അത് അവനിൽ മാത്രം നിക്ഷിപ്തമാണ്. മറ്റൊരാളിലേക്കും അത് മൊത്തവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ രോഹിത് ആണെങ്കിൽ സാന്ദ്ര വെച്ചിട്ട് അവൻ്റെ സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയാൻ പറ്റുമോ? ജ്യോതി മൽഹോത്ര ചെയ്തതിൻ്റെ പേരിൽ മുഴുവൻ BJP-ക്കാരും തീവ്രവാദികളാണെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ചേട്ടൻ്റെ പേടിയൊക്കെ മാറിയിട്ടില്ലെങ്കിൽ ചേട്ടൻ എച്ച് പോയി മൂത്രം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കിടന്നാൽ അത് മാറും. ഇല്ലെങ്കിൽ ഒരു കുപ്പി പാല്, അതിനകത്ത് ഈ നിബിള് കുപ്പിക്കകത്ത് പാല് വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ മതി, അപ്പോഴും മാറും. ആ ടെൻഷനൊക്കെ മാറി. സ്വാഭാവികമായിട്ട് ടെൻഷനാണ്. അപ്പോൾ ചേട്ടൻ മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ വിവേകവും പക്വതയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഒരു സമൂഹത്തെ മൊത്തത്തെ ഇത് ഇന്നലെ തുടങ്ങിയതാണ്. ഒരു 100-ലധികം സ്വതന്ത്രാനന്ദ ഇന്ത്യയിൽ 100-ലധികം കേസുണ്ട്. 100-ലധികം കേസ് ഇന്ത്യയുടെ വിലപ്പെട്ട രഹസ്യം പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടവർ. അതിൽ 99-ൽ 100% മുസ്ലിം സമുദായത്തിൽ പെട്ടവരല്ല. ലിസ്റ്റ് ഞാൻ തരാം, മനസ്സിലായേ? അപ്പം ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി അത് ഒരു തീവ്രവാദ അല്ലെങ്കിൽ ടെററിസം ചെയ്ത ആളുകൾ അവരുടെ വേഷം നോക്കിയിട്ട് ഇവിടെയുള്ള സാധാരണക്കാരായ മുഴുവൻ ആളുകളും തീവ്രവാദികളും ഭീകരവാദികളാക്കുമ്പം രോഹിത്തിൻ്റെയും സാന്ദ്രയുടെ മതം നോക്കി ഞങ്ങളുമൊക്കെ പറയണ്ടേ? അത് പറയാതിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ വിവേകം. അത് ആ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ മാന്യത. ആ മാന്യത വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഞങ്ങൾ കഴിവില്ലാത്തവർ നിസ്സഹായരാന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങളങ്ങ് അഹങ്കരിച്ചു പോകും. നിങ്ങളങ്ങ് രാജ്യസ്നേഹവും നിങ്ങളങ്ങ് രാജ്യത്തോടുള്ള തീക്ഷണമായ ഇഷ്ടവും ദേശീയബോധവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയിട്ട് മൂക്കിലൂടെയും വായിലൂടെയും മറ്റിടത്തോടൊക്കെ ഇങ്ങനെ ചാടുന്നവരാണെന്നിടക്ക് നിങ്ങൾക്കിടക്കൊക്കെ തോന്നലുണ്ടല്ലോ. നിങ്ങൾ മാത്രമല്ല, ഇവിടെ എല്ലാ മനുഷ്യരും, ഇന്ത്യയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഇന്ത്യയോട് കൂറും സ്നേഹമുള്ളവരാണ്. പിന്നെ ബോംബ് പൊട്ടിക്കുന്നവനാണെങ്കിൽ, പൊട്ടിത്തെറിക്കുന്നവനാണെങ്കിൽ 1-ാം തരം തീവ്രവാദിയാണവൻ. അവൻ തീവ്രവാദിയാണ്. അവൻ ഏത് ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്നുവോ, അവൻ ഏത് വേഷം കെട്ടിയോ ആ വേഷം കെട്ടിയവരൊക്കെ തീവ്രവാദികളാണെങ്കിൽ
സാമിയ സീമാനന്ദഗിരി കെട്ടിയ വേഷത്തിന്റെ പേരിൽ ഇവിടെ ഏതെല്ലാം വിഭാഗത്തെ നമ്മൾ ആക്ഷേപിക്കണം? മാർട്ടിൻ കെട്ടിയ വേഷത്തിന്റെ പേരിൽ ആരെല്ലാം ആക്ഷേപിക്കണം? ഇപ്പോൾ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബോംബിട്ട് കൊല്ലണമെന്നൊക്കെ പറഞ്ഞില്ലേ? അതിന്റെ പേരിൽ എല്ലാം കന്യാസ്ത്രീകൾ മോശമാണെന്ന് പറയാൻ പറ്റുവാ? അപ്പൊ അതുകൊണ്ട് കേൾക്കുന്നുണ്ടാ? അതുകൊണ്ട് ആ സൈസ് വെള്ളമൊക്കെ കൈവെക്കുക, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പാരസ്പര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്നിച്ചു പോവുക. തീവ്രവാദികളെ അകറ്റി നിർത്തുക. അത് ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഭീകരവാദികളെ അകറ്റി നിർത്തുക. അതിൻ്റെ പേരിൽ എല്ലാ സമൂഹത്തെയും മൊത്തവൽക്കരിച്ച് ആക്ഷേപിക്കാനാണെങ്കിൽ എല്ലാവരും ആ പണി തുടരും. അത് കേട്ട് നിങ്ങൾ സ്തബ്ധരായിരിക്കേണ്ടി വരും. അത് വേണ്ടല്ലോ അല്ലേ? അപ്പം എങ്ങനെ?